പക്ഷെ ഒരു വലിയ പ്രവചനം, അതായത് ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളെ, ലോകത്തിന്റെ മുഴുവൻ ജനങ്ങളെ ആശങ്കയുടെ മുൾമുനയിൽ നിർത്തുന്ന ഒരു പ്രവചനം ജപ്പാനിൽ നിന്ന് വന്നിരിക്കുകയാണ്. 3 ലക്ഷം പേർക്ക് ജീവൻ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്, വീണ്ടും സുനാമി വരുന്നു എന്നുള്ളതാണ്. അവർ പറയുന്നത് അതീവ സംഹാര ശേഷിയുള്ള ഭൂചലനത്തിനും സാധ്യതയുണ്ട് എന്നാണ് ജപ്പാനിലെ ഈ സർക്കാർ പുറത്തുവിട്ടിരിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നത്. ഇതിനെ നമ്മൾ എങ്ങനെയാണ് ഒരിക്കൽ സുനാമി വന്നപ്പോൾ 2,28,000 ആളുകളാണ് തീർന്നത്. അപ്പോൾ ഇനി നമ്മൾ അങ്ങനെ ഒരു വലിയ ദുരന്തത്തെ മുന്നിൽ കാണേണ്ടി, കാരണം സുനാമി ഒന്നും നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റുന്ന കാര്യങ്ങളല്ല. അപ്പോൾ നമ്മൾ ഭയപ്പെടേണ്ടതുണ്ടോ എന്നുള്ളതാണ്. ഭയപ്പെടേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ ഭയപ്പെടണം. കാരണം ഈ ലോകത്തിന്റെ ഗതി നിർണ്ണയിക്കുന്നതിൽ കാലാവസ്ഥ വ്യതിയാനം വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. നമ്മൾ വെറുതെ ഗ്ലോബൽ വാർമിംഗ്, ഗ്രീൻ ഹൗസ് എഫക്റ്റുകൾ എന്നൊക്കെ പറഞ്ഞ് ഇവയെ വളരെ ചെറുതായിട്ടും നിസ്സാരവൽക്കരിച്ചും നമ്മുടെ സമൂഹം ചർച്ച ചെയ്തു പോകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതല്ല, അതിനേക്കാൾ വലിയ ഒരു സംഭവം യഥാർത്ഥത്തിൽ ഈ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഭാഗമായിട്ട് ലോകത്തെല്ലായിടത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. നമ്മളിപ്പോൾ സാറ് നമ്മുടെ പ്രാദേശിക പത്രങ്ങളിലൊക്കെ നോക്കുന്ന സമയത്ത് കാണുന്നൊരു വാർത്ത എന്താണ്? വെള്ളം കയറി വീടുകൾ മുഴുവൻ വെള്ളത്തിൽ, കടലേറ്റത്തിൽ എല്ലാ വീടുകളും വെള്ളത്തിലായി. ഈ കടലേറ്റം എന്ന് പറയുന്നത് കടലിൻ്റെ ലെവൽ, സീ ലെവൽ റൈസ് ചെയ്യലാണ്. സീ ലെവൽ റൈസ് ചെയ്യുന്നതിന് പ്രധാനമായിട്ട് പറയുന്ന ഒരു കാരണം ഗ്ലോബൽ വാർമിംഗ് തന്നെയാണ്. അപ്പോൾ ഗ്ലോബൽ വാർമിങ്ങിൻ്റെ ഫലമായിട്ട് സീ ലെവൽ റൈസ് ചെയ്യുന്നു. അതിൻ്റെ പോലെ തന്നെയുള്ള ചില ഇമ്പാക്റ്റുകളാണ് യഥാർത്ഥത്തിൽ സുനാമിക്ക് കാരണമായിട്ട് വരുന്നത്. അതിനോടൊപ്പം തന്നെ ഭൂചലനത്തിനും കാരണമായി വരുന്നത്. ഇതെല്ലാം ഇപ്പോൾ കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാക്കാനും അത് പ്രചരിപ്പിക്കാനും അതിൻ്റെ അടിസ്ഥാനത്തിൽ ജാഗ്രത പാലിക്കാനും പറ്റുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ശരിയാണ്. ആദ്യം സുനാമി വരുന്ന സമയത്ത് അത് ഒട്ടും പ്രവചിക്കപ്പെട്ടത് ആയിരുന്നില്ല. അതിനുശേഷം സുനാമിയെക്കുറിച്ച് വലിയ പഠനങ്ങൾ നടന്നു. ഇപ്പോൾ ഏത് സമയത്തും ഇങ്ങനെ സുനാമി ഉണ്ടായാൽ അതുണ്ടാവുന്നതിന് മുമ്പ് തന്നെ തിരിച്ചറിയാനും അതിൻ്റെ മുൻകരുതലുകൾ എടുക്കാനും ഒക്കെ കഴിയുന്നുണ്ട്. പക്ഷെ ജപ്പാൻ പറയുന്ന ഈ സംഭവം എന്ന് പറയുന്ന 3 ലക്ഷത്തിലധികം ആളുകളെ തിന്നു തീർക്കും എന്ന് പറയുമ്പോൾ എത്ര ജാഗ്രത പാലിച്ചാലും ജനങ്ങൾക്ക് അതിനകത്ത് രക്ഷപ്പെടാൻ പറ്റില്ല എന്നുള്ളൊരു സന്ദേശം അതിൻ്റെ അകത്തില്ലേ? അതാണ് പ്രശ്നം. അതായത് നിങ്ങൾ സുനാമി വരുന്നു, നിങ്ങൾ ഓടി രക്ഷപ്പെട്ടുള്ളൂ എന്നല്ല പറയുന്നത്. ഒരു സുനാമി ഉണ്ടാവും, അതോടൊപ്പം ഭൂചലനം ഉണ്ടാവും. ഈ ഭൂചലനവും അതേപോലെ തന്നെ സുനാമിയും ഒരുമിച്ച് ചേർന്ന ലോകത്തെ 3 ലക്ഷത്തിലധികം വരുന്ന ജനങ്ങളെ തിന്നു തീർക്കും എന്ന പ്രവചനമാണ് അവർ നടത്തിയിരിക്കുന്നത്. ജപ്പാനിൽ ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ ചെറിയ സുനാമികൾ ഉണ്ടാകാറുള്ളതാണ്. അവരുടെ വീടും അതേപോലെ തന്നെ അവരുടെ ആവാസ വ്യവസ്ഥയൊക്കെ അതിനെ അതിജീവിക്കാൻ പറ്റുന്ന രീതിയിലാണ് അവർ രൂപപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷെ നമ്മളൊന്നും അങ്ങനെ അല്ലല്ലോ ജീവിക്കുന്നത്. നമുക്ക് സുനാമി എന്ന് പറഞ്ഞാൽ അത് ചർച്ച ചെയ്യാനും അതേപോലെ തന്നെ അതിനെക്കുറിച്ച് വർത്തമാനം പറഞ്ഞാൽ ഇരിക്കാവുന്ന ഒരവസ്ഥയാണുള്ളത്. നമ്മുടെ ജീവിതത്തെ കാര്യമായിട്ടൊന്നും ബാധിച്ചിട്ടില്ല. അന്ന് സുനാമി വന്ന സമയത്തും നമുക്ക് അത്ര വലിയ ദുരന്തങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ജപ്പാനിലേക്ക് എന്ന് പറഞ്ഞാൽ വൻ ദുരന്തം തന്നെ അന്ന് സൃഷ്ടിച്ചിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ പുതിയ കാലാവസ്ഥയിൽ ഇത് എല്ലാ പ്രദേശത്തും കൂടുതൽ ബാധിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് സർക്കാരും അതുപോലെ ജനങ്ങളും ഇക്കാര്യത്തിലൊക്കെ കരുതലെടുക്കുകയും അവരവരുടെ ജീവിതത്തെ പൊന്നുപോലെ കാത്തു സൂക്ഷിക്കാനായിട്ട് തയ്യാറായി കഴിഞ്ഞാൽ അവർക്ക് നല്ലത് എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇപ്പോൾ. പക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് ജപ്പാനിലെ റിപ്പോർട്ട് പറയുന്നത് ലോകത്ത് ഭൂചലന ഭീഷണി ഏറ്റവും അധികം നേരിടുന്ന രാജ്യങ്ങളിലൊന്നാണ് ജപ്പാൻ. ഇതിനായി മേഖലകളിൽ റിക്ടർ സ്കെയിൽ 8 മുതൽ 9 വരെ തീവ്രത അനുഭവപ്പെട്ടേക്കാമെന്ന ഭൂചലനത്തിന് 80% സാധ്യതയുണ്ടെന്നാണ് ജപ്പാൻ സർക്കാർ പറയുന്നത്. നേരത്തെ ഇന്തോനേഷ്യയിൽ വന്നപ്പോഴാണ് അത് കേരളത്തെയും ബാധിച്ചത് എന്നുള്ളതാണ്. രാജ്യത്തിന്റെ തെക്ക് പടിഞ്ഞാറ് പസഫിക് തീരത്ത് 900 കിലോമീറ്റർ വിസ്തൃതിയിലാണ് നൽകായി ട്രഫ് സ്ഥിതി ചെയ്യുന്നത്. ആ സ്ഥലത്താണ് ഇതിന്റെ സാധ്യത അവർ പറയുന്നത്. സംഹാരശേഷിയുള്ള ഭൂചലന സാധ്യതയാണ് അവർ പറയുന്നത്. ഫിലിപ്പീനിയൻസ് സമുദ്ര ഫലകത്തിന്റെയും യുറേഷ്യൻ ഫലകത്തിന്റെയും ചലനങ്ങളാണ് ഈ മേഖലയിലെ അതിതീവ്ര ഭൂചലനത്തിന് സാധ്യതയുള്ള പ്രദേശമാക്കി മാറ്റുന്നത്. 2024 ഓഗസ്റ്റ് മാസത്തിലാണ് അതിതീവ്ര സംഹാരശേഷിയുള്ള ഭൂചലനത്തിനുള്ള മുന്നറിയിപ്പ് ജപ്പാൻ ആദ്യമായി പ്രവചിക്കുന്നത്. തീവ്രത 9 അതിലധികമോ ആയ ഭൂചലനങ്ങളെയാണ് മെക്വാകോക്ക് അല്ലെങ്കിൽ അതിതീവ്ര സംഹാരശേഷിയുള്ളവ എന്ന് വിളിക്കുന്നത്. ഇത്തരമൊരു ഭൂചലനം ഉണ്ടായാൽ ജപ്പാന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് $1.81 ട്രില്യൺ നഷ്ടമുണ്ടായേക്കും. ഈ 2,98,000 പേർക്കെങ്കിലും അന്ന് 2004 സുനാമിയിൽ ജീവൻ നഷ്ടമായിട്ടുണ്ട് എന്ന് പറയുന്നു. 2004 തെക്കൻ ജപ്പാനിലുണ്ടായ 7.1 തീവ്രതയിലുണ്ടായിരുന്ന ഭൂചലനത്തിൽ
16 പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു. അതായത് അന്ന് അവിടെയൊക്കെ തുടങ്ങിയതാണ്, പിന്നീട് കന്യാകുമാരി വരെ വന്ന് എത്തി നിന്നത് എന്നുള്ളതാണ്. നമുക്കും ഇന്ത്യയിലും ഒരുപാട് പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു. അപ്പോൾ ഈ സുനാമി എന്ന് പറയുമ്പോൾ ഈ മഴ വരുമ്പോൾ നമ്മൾ ഈ ഉരുൾപൊട്ടൽ, ഭൂകമ്പം, ഭൂചലനം, ഈ സുനാമി, ഇതൊക്കെ ഭയപ്പെടേണ്ട കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ ഡിസംബർ മാസത്തിലാണ്, എനിക്ക് ഡിസംബർ 24-നായിരുന്നു തോന്നുന്നു, 2024 സുനാമി ആദ്യമായി കേരളത്തിലേക്ക് നമ്മളെ ബാധിച്ചത്. അപ്പോ അതൊരു മഴക്കാലം അല്ലായിരുന്നു. എന്നിട്ട് പോലും അത് വളരെ ശക്തമായി കേരളത്തെയും ബാധിച്ചു, അല്ലെങ്കിൽ ഇന്ത്യയെ ബാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ സുനാമി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞു പോകുന്നതിനപ്പുറം നമ്മുടെയൊക്കെ ജനങ്ങളുടെ ഒക്കെ ഉള്ളിൽ ഒരു പ്രളയം വന്നാൽ പോലും നമുക്ക് താങ്ങാൻ കഴിയില്ല. സുനാമിയുടെ ഒരു പ്രശ്നം പറയുന്നത് മഴയുമായി ബന്ധപ്പെട്ടതല്ല, അത് ഭൂമിയുടെ പലതരം അടരുകളുണ്ട്. ആ അടരുകൾ തെന്നി മാറുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ സംഭവിക്കുന്ന ഒരു വലിയ മാറ്റമാണ്. ഈ ഭൂമിയുടെ അടരുകൾ തെന്നി മാറുമ്പോഴാണ് ഭൂചലനങ്ങൾ സാധാരണ രീതിയിൽ ഉണ്ടാകും. അത് പ്രത്യേക രീതിയിൽ രൂപപ്പെടുകയും സമുദ്രത്തിൽ അത് ശക്തി പ്രാപിക്കുകയും ചെയ്യുന്ന സമയത്താണ് സുനാമിയായി മാറപ്പെട്ടിട്ട് അത് വലിയ ആഘാതം നമുക്കുണ്ടാക്കും. അപ്പോൾ അന്നത്തെ നമ്മൾ അതിൻ്റെ ഭയപ്പാടിൽ നിന്ന് നമുക്കൊരിക്കൽ പോലും ഇന്നും മുക്തമാകാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ്. ഞാനൊരു സ്കൂളിൽ ഒരു മീറ്റിങ്ങിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ വാർത്ത കേൾക്കുന്നത്. ഇപ്പോൾ ചെറായി എന്ന് പറയുന്ന സ്ഥലത്ത് ആണ് ഇത് അന്ന് ഞങ്ങളുടെ പ്രദേശത്ത് അനുഭവപ്പെട്ടത്. അപ്പോൾ അതൊക്കെ വളരെ ചെറിയ പ്രശ്നങ്ങളായിട്ട് പോയി. കുറേ ബോട്ടുകളും വഞ്ചികളൊക്കെ തകർന്നു എന്നൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ മനുഷ്യരെ തിന്നു തീർക്കുന്ന ഒരു സംഭവമായിട്ട് അത് എപ്പോൾ വേണമെങ്കിലും ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് വെറുതെ സംസാരിക്കാനും ചർച്ച ചെയ്യാനും മാത്രമായിട്ടുള്ള ഒരു കാര്യമായിട്ട് ഒരിക്കലും നമ്മൾ എടുക്കരുത്. നമ്മളിതെപ്പോഴും സർവ്വത സംഭവിക്കാൻ സാധ്യത ഉള്ളതാണ് എന്ന് കരുതി എപ്പോഴും വാർത്തകൾ ശ്രദ്ധിച്ച് നമ്മളുടെ പ്രദേശത്ത് അതിനുള്ള സാധ്യതകളുണ്ടെങ്കിൽ നമ്മൾ കടലിൻ്റെ കുറേ കൂടി ഉള്ളിലേക്ക് കയറി നിന്നാൽ വലിയ പ്രശ്നങ്ങൾ ഈ സുനാമിയുടെ കാര്യത്തിലുണ്ടാവില്ല. സുനാമി എപ്പോഴും ബാധിക്കുന്നത് തീരദേശ പ്രദേശത്ത് ജീവിക്കുന്ന മനുഷ്യരെ, പ്രത്യേകിച്ച് വലിയ വിനോദ കേന്ദ്രങ്ങൾ, അങ്ങനെയൊക്കെയുള്ള ഇടങ്ങളിലാണ് അത് ഭീകരമായിട്ടുള്ള ഇതിൽ ആഘാതം സൃഷ്ടിക്കുന്നത്. അപ്പോൾ അവർ കൂടുതൽ ശ്രദ്ധിക്കുക, നല്ല രീതിയിൽ തിരിച്ചറിയുക, മാറുക, അതാണ് അതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം. ഒഴിഞ്ഞുപോക്കാണ് ഇതിന് ഏറ്റവും നല്ല ഒരു തയ്യാറെടുപ്പെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ സുനാമിയുമായി ബന്ധപ്പെട്ട് ഇത്തരം വാർത്ത വരുമ്പോൾ ആളുകൾ ഭയപ്പെടുന്നതിനപ്പുറം ഒരു ജാഗ്രതയല്ലേ മാഷി ഇവിടെ പാലിക്കേണ്ടത്, അല്ലേ? അല്ല, ജാഗ്രത പാലിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ജാഗ്രത ദിവസം പറയുന്നല്ലാണ്ട് എന്ത് ജാഗ്രത നമ്മളൊക്കെ എടുക്കുന്നു? ഇതൊക്കെ പറയും, ആ സമയത്ത് ഒരു ഭയം വേണ്ട, ജാഗ്രത മതി. അതെ, ഇതൊക്കെ ടെലിവിഷനിൽ കാണുന്ന സമയത്ത് കുറച്ചു നേരത്തൊക്കെ നമുക്ക് ജാഗ്രതയൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ പഴയ പടിയിലേക്ക്, സാധാരണ ജീവിതത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ജീവിതം ഇങ്ങനെ സ്ഥിരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അതിനിടയ്ക്ക് ഇത്തരം വാർത്തകൾ വരും. ചില വാർത്തകൾ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിലും ആ വാർത്തകൾ ചിലപ്പോൾ നമ്മളെ തിന്നു തീർക്കും. അതാണ് സുനാമി സംബന്ധമായിട്ടുള്ള നമുക്ക് സംഭവിക്കാൻ പോകുന്ന ഒരു സാധ്യത എന്ന് പറയുന്നത്. ജാഗ്രതയോടൊപ്പം തന്നെ വളരെ സൂക്ഷ്മമായി പ്രകൃതിയിലുണ്ടാകുന്ന ചലനങ്ങൾ പഠിക്കുകയും അതിനനുസരിച്ച് ജീവിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ ആവാസ വ്യവസ്ഥ സുന്ദരമാക്കണം എന്നൊക്കെ പറയാറുണ്ടെങ്കിലും ആരും ഒന്നും ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ്. അപ്പോൾ ശ്രദ്ധിച്ച് മാത്രം ജീവിക്കേണ്ട സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കും.